അടുത്ത നമ്മൾ മുമ്പസ്സര ഡാമിലേക്ക് പോവാണ്. അപ്പം ചൂട് സമയമാണെങ്കിലും തണുപ്പാവുന്നതുകൊണ്ട് വൈകുന്നേരം പെട്ടെന്നാണ് കഴിയുന്നത്. സൺസെറ്റൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇരുട്ടാറുണ്ട് അവിടെ. കാലാവസ്ഥ പെട്ടെന്നാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ എന്നാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇട്ടോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ട്, അത് കാണാൻ നമുക്ക് എന്ത് ഭംഗിയാണ്. ഒരു എന്താ ഇവിടെ ട്രെയിനിൻ്റെ സർവീസ് ഉണ്ട്. ചുമ്മാ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇത്രയും റോഡുകളുള്ളതുകൊണ്ട് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോകാറുണ്ട്. ഇവിടെ കൂടുതലും ആൾക്കാർ ഈ പാർക്കിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുക, പിള്ളേരിങ്ങനെ പാർക്കിലെ സംഭവങ്ങളിലും റൈഡുകളിലും ഒക്കെ കയറി ഇങ്ങനെ കളിച്ച് നടക്കും. ഉണ്ടോ ഒത്തിരിയും വണ്ടികൾ ഇപ്പോഴേ വന്ന് പാർക്ക് ചെയ്യാൻ തുടങ്ങി. രാത്രിയിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇപ്പം തണുപ്പും കൂടെ തുടങ്ങുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഒത്തിരിയും സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിവിടെ കയാക്കിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ ആ ലേക്കിൽ ഇറങ്ങാറുണ്ട്. കയാക്കിങ് സംഭവമുണ്ട് ഇങ്ങനെ. പിന്നെ അലയനിലെ മുബസ്സറ ഡാം ആണ് പോകുന്നത്. അല്ല ഇവിടെ എല്ലാം ലോണും കൂടുതൽ ഈന്തപ്പഴം ഇപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് അവർ നിർത്തിയേക്കുവാണ്. മറ്റേതെല്ലാത്തിലും ഇങ്ങനെ നെറ്റിട്ട് നിർത്തിയേക്കുമായിരുന്നു. ഇവിടെ ഇങ്ങനെ റൗണ്ട് മറ്റേ സിഗ്നൽ അല്ലാത്തതുകൊണ്ട് റൗണ്ട് ബോർഡാണ് എല്ലായിടവും. കണ്ടോ ഇവിടെ എല്ലാം ലോൺ വെച്ചിട്ട് ഇവിടെയുണ്ട്. ഒത്തിരി റൗണ്ട് ബോർഡുകളാണ് ഇവിടെ. ഇങ്ങനെ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണിത്. കണ്ടോ സൺസെറ്റൊക്കെ കഴിഞ്ഞ് കണ്ടോ ലേക്ക് ജബൽ ഫീത്തിൻ്റെ സൈഡിലൊരു കണ്ടോ ലൈറ്റ് കാണുന്നുണ്ട് മുകളിൽ. അവിടെയാണ് ജബൽ ഫീത്ത് റോഡ്, ഇങ്ങനെ മുകളിൽ കയറത്തില്ലേ, ആ റോഡാണിത്. കണ്ടോ ലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നമ്മൾ, ഈ റോഡ് എങ്ങോട്ടുള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാ ആൾക്കാർ വരും. രാത്രി ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഈ സൈഡിലെല്ലാം ആൾക്കാർ വന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുക എല്ലാവരുമായിട്ട് വന്ന്. എന്ത് ഭംഗിയായി മല കാണാൻ. എനിക്ക് എത്ര കണ്ടാലും എനിക്ക് മതിയാവത്തില്ല. എത്ര എനിക്കിഷ്ടമാണ് ഇവിടെ ഈ സ്ഥലം. എത്ര തവണ ഞാൻ വന്നിട്ടുണ്ട്. എപ്പോഴും ചുമ്മാ വന്ന് ഞാനിവിടെ ഇരിക്കും. അത്ര രസമാണ്. എനിക്കെന്തോ ഇതൊരു ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സംഭവം ഉണ്ടെന്നാണ്. ഇങ്ങനെ ഈ റോഡിൽ കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ കേട്ടോ, നമ്മളിങ്ങനെ ദൂരെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. അവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും പറഞ്ഞ സംഭവം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. എന്ത് രസമാണെന്ന് എനിക്ക്. നിറച്ച് പൂത്തിട്ട് നിറച്ച് മുട്ടുകളായിട്ട് നിൽക്കുകയാണ്. ഫുള്ള് അവരിങ്ങനെ ഈ ലോണിൻ്റെ സൈഡിലായിട്ട് വെച്ചേക്കാണ്. ഞങ്ങൾ ഒരു മാസം മുമ്പ് വന്നപ്പോഴും ചെറിയ ചെടികളായിരുന്നു. അപ്പോഴറിഞ്ഞില്ല ഈ ചെടിയായിരുന്നു എന്ന്. ഇത് കണ്ട് എന്ത് രസമാണെന്ന് എനിക്ക്. അത് വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഫുള്ള് കണ്ടോ എന്ത് ഭംഗിയാ, നല്ല കളറ്. അതിൻ്റെ അടുത്ത് ഞാൻ എത്ര നേരം നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത്രയും നേരം ഞാൻ ഇതുമായിട്ട് ആ പൂക്കൾ, അത് ഹൈറ്റ് വെച്ചിട്ടില്ല, പക്ഷെ അത് നിറച്ച് സൺഫ്ലവറിൻ്റെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പെട്ടെന്ന് ഇതെന്തോ അവർ വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം വളർത്തി എപ്പോഴും വെള്ളം അതിൻ്റെ ചെറിയ ട്യൂബ് കണക്കിന് എല്ലായിടവും കൊടുത്തേക്കല്ലേ. അതിൻ്റെ ചെറിയതായിട്ട് വെള്ളം വീണ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എന്തോ ഒരു ഭംഗിയാണ് ഈ ചൂടത്തും ഒക്കെ. അത് ഇങ്ങനെ നിൽക്കും. വേറെ എങ്ങും അധികം പൂക്കളൊന്നും ഇല്ലാതെ ഇത് മാത്രം ഇങ്ങനെ ഈ യെല്ലോ കളർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഭംഗിയാണ്. അത് നമ്മൾ ഈ ക്യാമറയിലൊക്കെ എത്ര കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ അതെന്തോ ഒരു ഭംഗിയാണ്. അപ്പോൾ ഒറിജിനലാണോ എന്ന് തന്നെ അവൾ ഡൗട്ട് തോന്നുന്ന രീതിയിലുള്ള പൂക്കളായിട്ട് ഇരിക്കും. സൂര്യകാന്തിൻ്റെ അവിടെ കറങ്ങി നിൽക്കുകയാണ്. അത്രയും സമയം ഞാൻ ആ പൂക്കളായിട്ട് നീന്താൻ. അത്ര ഭംഗിയാണ്. എത്ര നമ്മൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അത്രയും ഭംഗിയാണ് ആ പൂക്കൾ കാണാൻ. അതും എനിക്ക് യെല്ലോ കളർ ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ്.
അത് ആ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര രസം, ഭയങ്കര ഫ്രഷ്നെസ്സ്. അത് ആ പൂക്കൾ ആ സമയവും ആ കാറ്റടിക്കുമ്പോഴത്തേക്കൊക്കെ അതിൻ്റെ ഒരു ഭംഗി അത് നോക്കി തന്നെ ഞാൻ നിന്നു കുറേ സമയം. പിന്നെ ഇങ്ങനെ ആൾക്കാർ കണ്ടോ സൈക്കിളിലൊക്കെ പോകുന്നുണ്ട്, ഇങ്ങനെ എക്സസൈസും ഒക്കെ ചെയ്യാൻ വേണ്ടി കൂടുതലും ഈ ഡാമിൻ്റെ സൈഡുകളിലാണ് സ്പെൻഡ് ചെയ്യണത്. ഒത്തിരി നടക്കാൻ വരുന്നവരും ഓടുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ പ്രായമായവരും ഒക്കെ, ഈ പ്രായമായവരെ വീൽ ചെയറിലൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ സൈഡിൽ ഇരുത്തിയേക്കും ഈ അറബികളെ. അപ്പം അവർക്കും ഒരു സന്തോഷമല്ലേ ഈ ലേക്കും ആ തണുത്ത കാറ്റും ഒക്കെ. എത്ര ചൂട് സമയത്ത് വന്നാലും ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു തണുത്ത കാറ്റാണ്. ഇതിൻ്റെ ഒരു സംഭവം നല്ല ഭംഗിയാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ എന്താ ഒത്തിരിയും പേര് കൂടുതലും ഈ ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ ഫുഡെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ വന്നിട്ട് ഇരുന്നിട്ടാണ് കഴിക്കാറ്. പിന്നെ എന്ത് രസമല്ലേ പൂക്കളെ കാണാൻ. അതെ, ഏത് കറക്റ്റ് സമയം അവർ വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് അതിന് മാത്രം ആൾക്കാരുണ്ട് ഇവിടെ എല്ലാം നോക്കാനും ഒക്കെ. എപ്പോഴും ഇവിടെ ആൾക്കാർ ക്ലീൻ ചെയ്യാനും എല്ലാം അത്ര നീറ്റായിട്ടാണ് ഓരോ സ്ഥലങ്ങളും, എത്ര നീറ്റാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, അവിടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ച ഞങ്ങളെ തന്നെ ഫോളോ ചെയ്ത് വരിക. അതാണെങ്കിൽ എന്തോ ഒരു പൂച്ചയാണ്, അതാ ഇത്രയും അടുപ്പം. എല്ലാ ലൈറ്റുകളും തെളിഞ്ഞ്, ഇതാണ് കയാക്കിങ് ചെയ്യുന്ന ലേക്ക്. പിന്നെ ഇന്ന് കയാക്കിങ് എന്തോ ഇന്നില്ലായിരുന്നു. അവിടെ എന്തോ തുടങ്ങണ്ടേ. സാധാരണ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇറങ്ങാറുണ്ട് കയാക്കിങ്ങിന്. ഇന്ന് ആരും കാണുന്നില്ല. ഇത് നിറച്ച് മീനുകളാണ്. ഇത് നിറച്ച് മീനുകളും ഒത്തിരി മീനുകളുണ്ട്. നമ്മളിങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂട്ടമായിട്ട് വരും. ഇവിടെ ഒരാൾ പൂച്ചയായിട്ട് ഭയങ്കര ഇണങ്ങി പൂച്ച. ഇത് പോകുന്നില്ല, ഞങ്ങളുടെ പുറകിന് തന്നെ അടക്കുക. അപ്പോൾ അവനിങ്ങനെ അതിനായിട്ട് കളിപ്പിക്കുക. നല്ല കറുത്ത പൂച്ച. അതെല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇണങ്ങിയതായിരിക്കും. അതിനെ ആരെങ്കിലും കൊണ്ടുവിട്ടാണോ എന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇനി അടുത്ത് പോയപ്പോഴാണ് ഇതാ പുതിയൊരു അതിഥി ഇരിക്കുന്നത് ആ വണ്ടിയുടെ പുറത്ത് വേണ്ട. അപ്പം ഞങ്ങൾ തിരിച്ച് പോകുന്നു. എന്തോ ലൈറ്റുകളൊക്കെ എന്ത് ഭംഗിയാണ് അതിൻ്റെ, ഭയങ്കര രസം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ